പുലിയിറങ്ങിയ തൃശൂർ പാലപ്പള്ളിയിൽ നടപടി തുടങ്ങിയ വനം വകുപ്പ് വ്യാപകമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഇതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനീഷ് ആന്റണി ചേരുകയാണ്. അനീഷ്, ഈ നിരവധി തവണയായി പശുക്കുട്ടികളെ കൊല്ലുന്ന ഒരു സാഹചര്യം, പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണോ ക്യാമറകൾ സ്ഥാപിക്കുന്നത്? എന്തൊക്കെയാണ് അവിടുത്തെ മറ്റു നടപടികൾ? തീർച്ചയായും അജിംഷാദെ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ 3 തവണയാണ് ഈ മേഖലയിൽ പുലി ഇറങ്ങിയത്. അതിൽ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അടുപ്പിച്ച് പുലി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ പുലി ഇറങ്ങുന്ന സമയത്തെല്ലാം പശുക്കുട്ടിയെ കൊന്ന് അവിടെ ഇട്ട് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, അതിനിടയിൽ ഒരു മാനിനെയും ഈ പുലി ഇറങ്ങി പിടികൂടി ഒരു സംഭവം ഉണ്ടായി. ഇപ്പൊ ഏറ്റവും ഗൗരവകരം, കഴിഞ്ഞ ദിവസം ഈ കന്നാറ്റുപാടത്ത് സമീപത്തുള്ള സർക്കാർ സ്കൂളിന് ഏകദേശം 20 മീറ്റർ മാറിയാണ് പുലി ഇറങ്ങിയൊരു സംഭവമൊക്കെ ഉണ്ടായത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് ഈ പ്രദേശങ്ങളിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ പുലി ഇറങ്ങിയ പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. 3 ക്യാമറകളാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചത്. നേരത്തെയും ഈ മേഖലയിൽ പുലിശല്യം രൂക്ഷമായി തുടരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പാലപ്പള്ളി മേഖല, വെള്ളിക്കുളങ്ങര റേഞ്ചിന് കീഴിലുള്ള പ്രദേശങ്ങളെല്ലാം. ഇവിടെയെല്ലാം നേരത്തെയും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ പുലി ഇറങ്ങിയ പ്രദേശത്തേക്കാണ്, ഇപ്പോൾ ഈ റബ്ബർ തോട്ടം ഉള്ള തോട്ടം മേഖലയിലേക്കാണ് ഇപ്പോൾ വനംവകുപ്പ് 3 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ക്യാമറകളിൽ പുലി പതിയുമെന്ന ഒരു വിശ്വാസത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. മാത്രമല്ല, ഈ മേഖലയിൽ നിരവധി കന്നുകാലികൾ അലഞ്ഞ് തിരിഞ്ഞു നടക്കുന്നുണ്ട്. ഈ കന്നുകാലികൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ കന്നുകാലി രാത്രിയാകുമ്പോഴാണ് ഈ പാടികൾക്ക് സമീപം എത്തുന്നത്. അപ്പോഴാണ് ഈ പുലി ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നതും ഈ പശുക്കുട്ടിയെ പുലി പിടികൂടുന്ന സാഹചര്യമൊക്കെ. അപ്പോൾ വനംവകുപ്പ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളാണ് പ്രധാനമായും ഈ പുലിയെ ഇവിടേക്ക് എത്തിക്കാനുള്ള ഒരു ഇതായി കാണുന്നത്. ഈ കന്നുകാലികളെ പഞ്ചായത്തുകൾ ഇടപെട്ട് ഇവിടെ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കണം പിടികൂടി മാറ്റി പാർപ്പിക്കണം എന്നൊരു തരത്തിലുള്ള ഒരു നിർദ്ദേശം വനംവകുപ്പ് വെച്ചിട്ടുണ്ട്. ഈ വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ജോബിൻ ജോസഫ് ഇതുമായി ബന്ധപ്പെട്ട് 2 പഞ്ചായത്തുകൾക്ക് രേഖാമൂലം കത്ത് നൽകിയിട്ടുണ്ട്. അതായത് വരന്തരപ്പള്ളി, അതുപോലെ വെള്ളിക്കുളങ്ങര, ഈ 2 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കാണ് ഈ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കത്ത് നൽകിയിട്ടുള്ളത്. ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ മാറ്റി മറ്റൊരിടത്തേക്ക് സുരക്ഷിതമായി മാറ്റി പാർപ്പിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 പഞ്ചായത്തിന്റെ അധികൃതർ നടപടിയെടുക്കുന്ന വിശ്വാസത്തിൽ തന്നെയാണ് വനംവകുപ്പ് ഉള്ളത്. അപ്പോൾ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കന്നുകാലികളെ ഇവിടെ നിന്നും മാറ്റിയാൽ തന്നെ പുലി ഇറങ്ങുന്നതിനൊരു ശമനം ഉണ്ടാകുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷ. ഇതിനുശേഷം പിന്നീട് കൂട് സ്ഥാപിക്കാനുള്ള ഒരു നീക്കവും വനംവകുപ്പ് നടത്തുന്നുണ്ട്. പിന്നീട് വീണ്ടും പുലികൾ ഇറങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന പാടികൾക്ക് സ്വകാര്യ വ്യക്തികളുടെ തൊഴുത്തിലും മറ്റുമുള്ള പശുക്കളെ പിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ പുലി ഇറങ്ങുക. അപ്പോൾ ഈ പുലിയെ പിടികൂടുന്നത് വളരെ എളുപ്പത്തിൽ പിടികൂടാനാകും എന്നാണ് വനംവകുപ്പിന്റെ ഒരു കണക്കുകൂട്ടൽ. ഈ തൊഴുത്തുകൾക്ക് സമീപം ശരി, അനീഷ് ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊല്ലുന്നത് നിത്യസംഭവമായതോടുകൂടിയാണ് നടപടിയിലേക്ക് വനം വകുപ്പ് നീങ്ങുന്നത്. വ്യാപകമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. ഇതിന്റെ സമഗ്രമായ വിവരമാണ് അനീഷ് ആന്റണി തൃശ്ശൂരിൽ നിന്നും നൽകിയത്.